ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായുള്ള 24-ാം ദിവസത്തെ ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കദനത്തിലണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കുന്ന ആശ്വാസമേ, വാത്സല്യത്തിൻ നറുതേ പകരും വ്യാകുലനാദേ വരദായിയേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ മരിയ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ച് പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 33 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമ്പൂർണ്ണമായി നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. കുമ്പസാരിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. നന്നായിട്ട് ആത്മശോധന ചെയ്യണം. ദിവസവും 4 ജപമാലയെങ്കിലും മിനിമം ചെല്ലാവുന്ന പോലെ പരിശ്രമിക്കുക. സാധിക്കുന്നവരെല്ലാം അങ്ങനെ ചെല്ലണം. ബ്രേക്കായാലും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ ദിവസം നല്ല കുമ്പസാരങ്ങൾ, കുർബാന മുടങ്ങാതെയൊക്കെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നന്നായിട്ട് നമ്മളെ സ്പിരിച്വൽ നമ്മൾ ഒരുക്കുകയാണ്. അതുപോലെ സഭയ്ക്ക് വേണ്ടി സഭയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ ഒത്തിരി പേര് എഴുതുന്നുണ്ട്. സഭയെയും വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന, സഭയ്ക്കെതിരെ പലതരത്തിലുള്ള ദൂഷണങ്ങൾ നിലയ്ക്കാത്ത ദൂഷണങ്ങൾ അഴിച്ചുവിടുന്ന ഓരോ തരത്തിലുള്ള അന്ധകാര നിഗൂഢ സംഘങ്ങളുണ്ട്. അപ്പോൾ അവയുടെ ഓരോ തരത്തിൽ സഭയ്ക്കെതിരെയുള്ള ദൂഷണങ്ങൾക്ക് ശക്തമായ വിധം നിങ്ങൾ ഒത്തിരി പേര് മറുപടി കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് സംസാരിക്കുന്നവരുണ്ട്, വിളിച്ചു പറയുന്നവരുണ്ട്, അധികാരികളോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നവരുണ്ട്, കേസ് കൊടുക്കുന്ന പല വിധത്തിൽ നിങ്ങൾ ഇടപെടുന്നുണ്ട്. അത് സഭയ്ക്ക് വേണ്ടി, സഭയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കാര്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല, കർത്താവിൻ്റെ ഭൗതിക ശരീരം സഭയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതിന് നിങ്ങളെല്ലാവരും ഒത്തിരി പേര് ചെയ്യുന്നതിന് നന്ദി നിങ്ങളെ അഭിനന്ദിക്കുന്നു. സാധിക്കുന്നവരെല്ലാവരും വിജിലൻ്റ് ആയിരിക്കണം ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയും വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടിയും. ഇന്ന് നമ്മൾ എത്രാമത്തെ ദിവസത്തിലേക്കാണ് പ്രവേശിക്കുന്നത്? വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കത്തിൻ്റെ 24-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് 6. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സാത്താനുമായുള്ള യുദ്ധത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ശക്തമായ ആയുധം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് നിരന്തരമായ ബന്ധവും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വിജയത്തിന് വളരെ സഹായകരമായൊരു കാര്യമാണ്. ഒരുപക്ഷെ ഈശോ മിശിഹായോടുള്ള ബന്ധവും പരിശുദ്ധാത്മാവിനുള്ള ബന്ധവും പരിശുദ്ധ ത്രിത്വവുമായുള്ള ഐക്യവും കഴിഞ്ഞാൽ ഒരു ദൈവ പൈതലിന് ഇതുപോലെ ആത്മീയ സംരക്ഷണം കൊടുക്കുന്ന, ആത്മീയ ബലം കൊടുക്കുന്ന, സാത്താനുമായുള്ള പോരാട്ടത്തിൽ ശക്തിയുക്തം സംരക്ഷിക്കുന്ന മറ്റൊരു പ്രാർത്ഥന ഒരുപക്ഷെ കാണുകയില്ലായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധവും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും നൂറ്റാണ്ടുകളായി വിശ്വാസികൾക്ക് സാത്താനുമായുള്ള യുദ്ധത്തിൽ അതിശക്തമായ സംരക്ഷണ കോട്ടയാണ്. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 12. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം പൂണ്ട പിശാച് അരിശം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അരിശം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പിശാച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ, നമ്മുടെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ ഒരു വിശേഷണം എന്താണ്? അരിശം പൂണ്ട പിശാച്. കുടുംബത്തിൽ ചിലർ അരിശം പൂണ്ടാനുള്ള സ്വഭാവം നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. അരിശം പൂണ്ട പിശാചാണ് ഇന്ന് നമ്മുടെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 17. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത്. ഒന്ന്, സ്ത്രീയുടെ സന്തതി എന്ന് ഒരു കാര്യമുണ്ട്. 2, സ്ത്രീയുടെ സന്തതികൾ എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്.
ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം, എന്നാലാണ് ഈ യുദ്ധത്തിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ആദ്യത്തത് സ്ത്രീയുടെ സന്തതി, അത് യേശുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ മക്കളും ദൈവമക്കളും തമ്മിൽ ശത്രുതയുണ്ടാവും. അവൻ നിന്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതി പറഞ്ഞാൽ യേശുവിനാണ് ഉദ്ദേശിച്ചത്. യേശു അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പരിചിന്തനം മുന്നോട്ട് നീങ്ങുന്നത്. ആദ്യം തന്നെ യഥാർത്ഥ മര്യഭക്തി എന്ന ഈ പുസ്തകത്തിൽ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചില ഉൾക്കാഴ്ചകൾ പങ്കുവച്ചിട്ടുണ്ട്. 50-ാമത്തെ പാരഗ്രാഫിൽ 7-ാമത്തെ പോയിന്റ് എന്താ? സമയം പരിമിതമാണെന്നറിയുന്ന സാത്താൻ ആക്രമണം ഇരട്ടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യകാലത്തെ പോലെ അല്ല, കാലഘട്ടം മാറി മാറി വരികയാണ്. പിശാചിനും അവൻ്റെ സൈന്യങ്ങൾക്കും എതിരായി പോരാടുവാൻ യുദ്ധക്കളത്തിൽ പൊരുതുന്ന ഒരു വമ്പിച്ച സൈന്യ നിരയ്ക്ക് സമാനം മറിയം പ്രത്യേകിച്ച് അന്ത്യ കാലഘട്ടങ്ങളിൽ സുശക്തയായിരിക്കും. പൂർവ്വകാലങ്ങളെ അപേക്ഷിച്ച് ആത്മാക്കളെ നശിപ്പിക്കുവാൻ തനിക്ക് കിട്ടുന്ന സമയം ചുരുക്കമാണെന്ന് നന്നായി ഗ്രഹിച്ചിരിക്കുന്ന സാത്താൻ അന്ത്യകാലഘട്ടങ്ങളിൽ തൻ്റെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ ഇരട്ടിയായി ശക്തിപ്പെടുത്തും. തൻ്റെ സർവ്വ കഴിവുകൾ ഉപയോഗിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ ഇരട്ടിയായി ശക്തിപ്പെടുത്തും. ഇത് 100-300 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധൻ പറഞ്ഞു. ഇന്ന് എത്രയോ അക്ഷരാർത്ഥത ശരിയായി വന്നിരിക്കുകയാണ്. ഏത് വിധേനയും വിശ്വാസം നശിപ്പിക്കുക, ഏത് വിധേനയും ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുക, ഏത് വിധേനയും ഒരുവൻ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതിനുവേണ്ടി സർവ്വശക്തിയെടുത്ത് ഇന്ന് സാത്താൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കിക്കേ. പിശാചിനും അവൻ്റെ സൈന്യങ്ങൾക്കും എതിരായി പോരാടുവാൻ യുദ്ധക്കളത്തിൽ പൊരുതുന്ന ഒരു വമ്പിച്ച സൈന്യനിരയ്ക്ക് സമാനം മറിയം പ്രത്യേകിച്ച് അന്ത്യകാലഘട്ടങ്ങളിൽ സുശക്തയാണ്. പൂർവ്വകാലങ്ങളെ അപേക്ഷിച്ച് ആത്മാക്കളെ നശിപ്പിക്കുവാൻ തനിക്ക് കിട്ടുന്ന സമയം ചുരുക്കമാണെന്ന് നന്നായി ഗ്രഹിച്ചിരിക്കുന്ന സാത്താൻ നമുക്കതിനെ തിരിച്ചറിവ് ഇതുവരെ ആയിട്ടില്ല. നമ്മളിപ്പോഴും കളിപ്രായ പിള്ളേരെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും സീരിയസ്നെസ് ആയിട്ട് നന്നായി ഗ്രഹിച്ചിരിക്കുന്ന സാത്താൻ എന്ത് ചെയ്യുന്നു? അന്ത്യകാലഘട്ടങ്ങളിൽ അവൻ്റെ സർവ്വ കഴിവ് ഉപയോഗിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ ഇരട്ടിയായി ശക്തിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ 2ാം വരവിന് മുമ്പ് അരാജകത്വവും അനുസരണക്കേടും വിമത സ്വഭാവം എതിർപ്പും തമ്മിത്തലും അനൈക്യവും ഭിന്നതയും എല്ലാ തരത്തിലുള്ള അന്ധകാര പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ നിറയ്ക്കും. അന്ന് അവൻ യുദ്ധം അനേക മടങ്ങായി അവൻ ശക്തിപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത് അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും ആ പുസ്തകത്തിൽ 51-ാമത്തെ പാരഗ്രാഫ് അവിടെ എന്താ പറയണത്? പിശാചിൻ്റെ ആക്രമണം ഇനി കുറയല്ല, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവൻ ശക്തിപ്പെടുത്തുന്ന അന്ത്യ നിമിഷത്തിലേക്ക് അവൻ നീങ്ങാൻ, ലാസ്റ്റ് ഫൈനൽ പോരാട്ടത്തിലേക്ക് അവൻ കടക്കുകയാണ്. പിശാചിൻ്റെ ആക്രമണം അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അന്തിക്രിസ്തുവിൻ്റെ ആഗമനം വരെ പിശാചിൻ്റെ മർദ്ദനങ്ങൾ അനുദിനം വർദ്ധിച്ച് വരും. അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, ആക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവം ഭൗമിക പർദീസയിൽ വെച്ച് സർപ്പത്തിനെതിരായി ഉച്ചരിച്ച പ്രഥമവും പ്രധാനവുമായ ആ പ്രവചനവും ശാപവും ഇതിനെപ്പറ്റിയാണെന്ന് നാം മനസ്സിലാക്കണം. എന്താ പ്രഥമവും പ്രധാനവുമായ ശാപം? അതാണ് ഉൽപ്പത്തി 3:15. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഉൽപ്പത്തി 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല എന്ന് വലിയൊരു ശത്രുത. നമ്മൾ എത്ര കൂട്ടുകൂടിയാലും ശരി, എത്രമാത്രം നമ്മൾ ഇതായാലും ശരി, സാത്താൻ നമ്മളോടുള്ള യുദ്ധം അവസാനിക്കില്ല. കാരണം അത് വർദ്ധിച്ച് വരുന്ന ശത്രുതയാണ്. യുദ്ധം വർദ്ധിപ്പിച്ചുകൊണ്ടേ അവൻ ഇരിക്കും. നമ്മൾ എത്ര പഞ്ചവാൻ പിടിച്ച് നിന്നാലും ശരി, സാത്താൻ അറിയാം നമ്മൾ വിപരീത അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുക അവൻ. തുടർന്ന് ലൂയി ഡി മോൺഫോർട്ട് 52-ാമത്തെ പാരഗ്രാഫ് പറഞ്ഞത് പിശാചിൻ്റെ ശത്രുത രമ്യതയില്ലാത്തതും അവസാനിക്കാത്തതുമായ ശത്രുതയാണ്.
അതായത് അവൻ പതുങ്ങി പതുങ്ങി കടക്കും, അവൻ വളരെ നല്ല വിധത്തിൽ വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും അവസാനിക്കാത്തതും ഒരിക്കലും രമ്യതയില്ലാത്തതുമായ ശത്രുതയാണ് പിശാചിൻ്റെ ശത്രുത. 52-ാമത്തെ പാരഗ്രാഫ്. രഞ്ജിപ്പ് സാധ്യമല്ലാത്ത വിധം, അനുരഞ്ജനം സാധ്യമല്ലാത്ത വിധം, കൂടി ഒന്നിച്ചൊരു കൂട്ടുകെട്ട് സാധ്യമല്ലാത്ത വിധം സാത്താൻ്റെ ശത്രുത അവസാനിക്കാത്തതാണ്. അനുദിനം അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് മറിയവും പിശാചും തമ്മിലും അവളുടെ സന്താനങ്ങളും ലൂസിഫറിൻ്റെ സന്താനങ്ങളും തമ്മിലുമാണ്. അവളുടെ ദാസരും സന്താനങ്ങളും ലൂസിഫറിൻ്റെ അനുയായികളും സന്താനങ്ങളും തമ്മിൽ നിലയ്ക്കാത്ത ശത്രുത, നിലയ്ക്കാത്ത യുദ്ധം, അവസാനിക്കാത്ത ആ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും നോക്കി അറിയാം, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം ഉള്ള ഈ ഒരു ഘോര യുദ്ധത്തിൽ പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് അവിടുത്തെ മാതാവായ മറിയം, പരിശുദ്ധ കന്യകാ മറിയം. സാത്താനെതിരെയുള്ള വൻ ശത്രുവായിട്ട് ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സാത്താനെ യുദ്ധം ചെയ്യുന്നവർ ഈ അമ്മയുടെ കൂടെ അണിചേർന്ന് അമ്മയോട് കൂടെ അമ്മയുടെ ആ ഒരു നേതൃത്വത്തിൽ യുദ്ധം ചെയ്താൽ വളരെ ഇഫക്റ്റീവായ വിജയമുണ്ട്. കാരണം നിലയ്ക്കാത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ യേശുക്രിസ്തു വന്ന് പിശാചിനെ അവൻ്റെ എല്ലാം എന്നേക്കുമായി നിഷ്പ്രഭമാക്കുന്നത് വരെ ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് 54-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, പിശാചും അവൻ്റെ ദൂതരും സ്ത്രീയും അവളുടെ മക്കളും തമ്മിൽ നിത്യയുദ്ധത്തിലാണ്. എന്ന് പറഞ്ഞാൽ പിശാചും ദൈവമക്കളും തമ്മിൽ, അതായത് പരിശുദ്ധ അമ്മയുടെ നേതൃത്വമുള്ള ദൈവമക്കളും പിശാചിൻ്റെ നേതൃത്വം അവരുടെ ദൂതന്മാർ തമ്മിൽ, ലൂസിഫറിൻ്റെ നേതൃത്വം ദൂതന്മാർ തമ്മിൽ നിത്യയുദ്ധത്തിലാണ് എന്നുള്ളതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. 54-ാമത്തെ പാരഗ്രാഫിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഒരു ശത്രുത മാത്രമല്ല പല ശത്രുതകളും ഉണ്ടാക്കി. മറിയവും ദുഷ്ടാരൂപികളുമായി മാത്രമല്ല, അവളുടെ സന്താനങ്ങളും അവൻ്റെ അനുയായികളും തമ്മിലും അവിടുന്ന് ശത്രുതയും നിഗൂഢമായ വിദ്വേഷവും സൃഷ്ടിച്ചു. ഈ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഐക്യമില്ല, അനുഭാവമില്ല. ബെലിയാലിൻ്റെ മക്കളും പിശാചിൻ്റെ ദാസരും ലോകമോഹികളും പരിശുദ്ധ കന്യകയുടെ ദാസരെ എന്നും നിരന്തരം മർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു, പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അഭൂതപൂർവമായ ക്രൂരതയോടെ അവർ തങ്ങളുടെ മർദ്ദനങ്ങളെ ഇനിയും ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് ശരിയാണ്, ചരിത്രത്തിൽ അത് ശരിയാണ്. ചരിത്രത്തിൽ ഓരോ കാലഘട്ടം കഴിയും തോറും, ഓരോ നൂറ്റാണ്ട് കഴിയും തോറും അഭൂതപൂർവമായ ക്രൂരതയോടെ അവർ തങ്ങളുടെ മർദ്ദനങ്ങളെ, പീഡനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെയാണ്? ദൈവമക്കളെ മാത്രം, തിരുസഭാ സന്താനങ്ങളെ മാത്രം. തിരുസഭയെയും തിരുസഭാ സന്താനങ്ങളെ നിരന്തരം ആക്രമിക്കുക. രഞ്ജിപ്പില്ലാത്തതും നിലയ്ക്കാത്തതുമായ ശത്രുതയാണ് അവന് സഭയോടുള്ളത്, ദൈവമക്കളോടുള്ളത്, പരിശുദ്ധ അമ്മയുടെ മക്കളോടുള്ളത്. അതുകൊണ്ട് അഭൂതപൂർവമായ ക്രൂരതയോടെ ഓരോ വർഷം കഴിയും തോറും, ഓരോ നൂറ്റാണ്ട് കഴിയും തോറും, ഓരോ പതിറ്റാണ്ട് കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും, ഓരോ മാസം കഴിയും തോറും, ഓരോ ദിവസം കഴിയും തോറും, ഓരോ മണിക്കൂർ കഴിയും തോറും അവൻ ഇത് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ആബേലും യാക്കോബും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പ്രതിരൂപങ്ങളാണ്. ആബേൽ കായൻ, യാക്കോബും ഏസാവ്, അല്ലേ? ആബേലും യാക്കോബും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പ്രതിരൂപങ്ങളാണ്. അവർക്കെതിരായി മർദ്ദന പരിപാടികളുമായി കായനും ഏസാവും പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ പിശാച് പരിശുദ്ധ കന്യകയുടെ ദാസരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ആബേലും കായനും തമ്മിൽ, ആബേൽ കായനോട് ഒരു പോരിനും പോണില്ലെങ്കിലും കായൻ ആബേലിനോട് സ്പർദ്ധയിലാണ്. യാക്കോബ് ഏസാവുമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ഏസാവ് യാക്കോബിനോട് പ്രശ്നത്തിലാണ്, അവൻ ശത്രുതയിലാണ്, വിഷമത്തിലാണ്. അതുപോലെ പരിശുദ്ധ കന്യകയുടെ ദാസരെ നിരന്തരം പീഡിപ്പിച്ച്. എന്നാൽ വിനീതയായ മറിയം അഹങ്കാരിയായ സർപ്പത്തിൻ്റെ മേൽ വിജയം വരിക്കുക തന്നെ ചെയ്യും. വിനീതയായ മറിയം അഹങ്കാരിയായ സർപ്പത്തിൻ്റെ മേൽ വിജയം വരിക്കുക തന്നെ ചെയ്യും. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ മഞ്ഞുകട്ട വെറും വെള്ളമായി ഒഴുകി ഒലിക്കുന്നത് പോലെ അവൻ അപ്രത്യക്ഷമാകും. കൊടുങ്കാറ്റിൽ പുക എന്നതുപോലെ അവൻ അപ്രത്യക്ഷമാകും. കൊടും വെയിലിൽ, കൊടും തീയിൽ, അല്ല ചൂടിൽ മെഴുകുന്നതുപോലെ അവൻ ഉരുകി ഒലിച്ചു പോകും. അവൻ്റെ അഹങ്കാരത്തിൻ്റെ ആസ്ഥാനമായ ശിരസിനെ അവൾ തകർത്ത് തരിപ്പണമാക്കി വിജയം ചൂടും. അവൾ അവൻ്റെ കുടിലതയെ പരസ്യമാക്കും. നാരകീയ
ദുരാലോചനകളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തും. പൈശാചിക ഉപദേശങ്ങളെ നിഷ്പ്രയോജനമാക്കും. എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ തലയെ തകർക്കാൻ ദൈവത്താൽ ശക്തി നൽകപ്പെട്ട അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ പ്രത്യേകമായി വരസിദ്ധിച്ച പരിശുദ്ധ അമ്മേ എന്ന് പറഞ്ഞ അനേകം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്തിട്ടൊരു വരമാണ്, ഒരു കൃപയാണത്. സാത്താൻ്റെ തലയെ തകർക്കാൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന് നിറക തകർത്ത് ഈ യുദ്ധത്തിൽ ദൈവമക്കൾക്ക് ദൈവമക്കളുടെ കൂടെ നിൽക്കാൻ പരിശുദ്ധ അമ്മയെ നിയോഗിച്ചിരിക്കുകയാണ്. ഒരു നിരന്തര യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ഈ പുസ്തകത്തിൽ, യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിൽ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് നൽകുന്ന മറ്റൊരു വെളിപ്പെടുത്തലുണ്ട്. 87-ാമത്തെ പാരഗ്രാഫിൽ 1-ാമത്തെ പോയിന്റ്, ദൈവം നൽകുന്ന കൃപാവരങ്ങൾ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന പിശാച്. എന്തിനു വേണ്ടി ഇവൻ യുദ്ധം ചെയ്യുമ്പോൾ തക്കം പറഞ്ഞിരിക്കുന്നതിനുണ്ട്. കൃപാവരം ഭൂസ്വർഗങ്ങളെക്കാൾ അമൂല്യമാണ്. കൃപാവരം ഭൂസ്വർഗങ്ങളെക്കാൾ ദൈവം നമുക്ക് തരുന്ന കൃപാവരം ഭൂസ്വർഗങ്ങളെക്കാൾ അമൂല്യമാണ്. ദൈവം നമുക്ക്, നമ്മുടെ ഉള്ളിൽ എന്താ 2-3 കാര്യങ്ങൾ. ഒന്ന്, ദൈവം തരുന്ന കൃപാവരങ്ങളും അമൂല്യ നിക്ഷേപങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. അത് സാത്താൻ ലക്ഷ്യമാക്കിയിട്ടിരിക്കുകയാണ്. രണ്ടാമത്തത്, നമ്മുടെ തന്നെ ആത്മാവ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അതായത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വരദാനങ്ങൾ കൃപകൾ മാത്രമല്ല, ഈ ആത്മാവുണ്ട്, നമ്മുടെ ആത്മാവ്. ഇതിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു, അത്രയും അമൂല്യമാണ്. അതുപോലെ തന്നെ സാത്താനും അതിനെ അസൂയയോടെ അഭിലഷിക്കുന്നുണ്ട്, അതിനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സാത്താൻ. നമ്മുടെ ഈ ആത്മാവിനെ സാത്താൻ ഒരുപാട് അസൂയയോടെ അഭിലഷിക്കുന്നുണ്ട്. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. 87.1, കൃപാവരം ഭൂസ്വർഗങ്ങളെക്കാൾ അമൂല്യമാണ്. ഇതുപോലെ നമ്മുടെ ആത്മാവും ഭൂസ്വർഗങ്ങളെക്കാൾ അമൂല്യമാണ്. നമ്മുടെ ആത്മാവ് ഭൂസ്വർഗങ്ങളെക്കാൾ അമൂല്യമാണ്. തീർത്തും നശ്വരമായ പേടകത്തിലാണ് ഈ നിധി നാം സൂക്ഷിക്കുക. ഈ പേടകം നമ്മുടെ അധപ്പതിച്ച ശരീരവും ദുർബലവും ചഞ്ചലവുമായ ആത്മാവുമാണ്. ഒരു കഥയില്ലാത്ത കാര്യം പോലും അതിനെ തകിടമറിക്കുകയും ദുഃഖപൂർണമാക്കുകയും. പെട്ടെന്ന് നമ്മൾ ഡൗൺ ആവും, പെട്ടെന്ന് നമ്മൾ വാടിപ്പോകും, പെട്ടെന്ന് നമ്മൾ ക്ഷുഭിതരാകും, പെട്ടെന്ന് നമ്മൾ അഹങ്കാരികളാവും, പെട്ടെന്ന് ഇത് തകിടമറിയും. അത് ചിലപ്പോൾ പെട്ടെന്ന് ദുഃഖപൂർണമാകും. ഒരു കഥയില്ലാത്ത കാര്യം പോലും അതിനെ തകിടം മറിക്കും. വെറുതെ എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, തകിടം മറിഞ്ഞു. ഇത്രയും ചഞ്ചലമാണ് നമ്മുടെ ഈ ശരീരവും നമ്മുടെ അസ്തിത്വവും. ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമാക്കുകയാണ്. 88-ാമത്തെ പാരഗ്രാഫിൽ 2-ാമത്തെ പോയിന്റ്, പിശാചുക്കൾ കുടിലതയിൽ അതിനിപുണന്മാരായ കള്ളന്മാരാണ്. കള്ളന്മാരെന്ന് പറഞ്ഞാൽ പോരാ, ഇതിനകത്ത് പ്രത്യേക വൈദഗ്ധ്യം നേടിയ കള്ളന്മാരാണ് പിശാചുക്കൾ, ദുഷ്ടപിശാചുക്കൾ. നാം നനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അവർ നമ്മെ കൊള്ളയടിക്കുന്നത്. അനുകൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ച് അവർ ദിനരാത്രങ്ങൾ കാത്തിരിക്കുന്നു. പെട്ടെന്ന് നമുക്കൊരു അഹങ്കാരം, ഒരു നെകളം, ഉടനെ അവൻ കയറി. പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ കലക്കം, സംശയം, കൺഫ്യൂഷൻ, ഉടനെ വെറുപ്പും വൈരാഗ്യമായിട്ട് അവൻ കയറി. നനച്ചിരിക്കാത്ത നേരത്ത് അവൻ ഉള്ളിൽ കയറി കൊള്ളയടിക്കും. വീട്ടുടമസ്ഥൻ അവൻ സജ്ജനായിരുന്നാൽ കള്ളന്മാർക്ക് കയറാൻ അത്ര എളുപ്പമല്ല. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കള്ളം കയറും. സഭാപ്രസംഗൻ 10:18, വീട്ടുടമസ്ഥൻ അലസനായാൽ അവൻ്റെ പുര ചോരും, അവൻ അശ്രദ്ധനായാൽ അവൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ എപ്പോഴാണ് അവൻ എപ്പോഴും നിതാന്ത ജാഗ്രതയിലാണ്. എപ്പോഴാണ് ഈ മനുഷ്യൻ അല്പം ഒന്ന് കെയർലെസ് ആകണത്, അല്പം ഒന്ന് ലൂസാകണത്, അല്പം ഒന്ന് ശ്രദ്ധയില്ലാത്തവൻ അപ്പം ചാടി കയറാൻ വേണ്ടി, കൊള്ളയടിക്കാൻ വേണ്ടി അവർ നിതാന്ത ജാഗ്രതയിലാണ്. വായിച്ചു നോക്കിക്കേ, നിതാന്ത ജാഗ്രത. അനുകൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ച് ദിനരാത്രങ്ങൾ അവൻ കാത്തിരിക്കുകയാണ്. ആ ലക്ഷ്യപ്രാപ്തിക്കായി നമ്മെ വട്ടമിട്ട് നടക്കുന്നു, നമ്മെ നിരന്തരം വിഴുങ്ങുവാൻ കാത്തിരിക്കുകയാണ് അവർ. ഒരു ദുർബല നിമിഷത്തിൽ ഒരു പാപം ചെയ്യിച്ച് പല വർഷങ്ങൾ കൊണ്ട് നാം നേടിയ കൃപാവരങ്ങളും യോഗ്യതകളും
അവൻ തട്ടിയെടുക്കും. അവരുടെ എണ്ണവും വിദ്വേഷവും പരിചയ സമ്പത്തും സൂത്രവും, ഈ 4 കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. പിശാചുകളെ സംബന്ധിച്ച് ഈ 4 കാര്യം ഒന്ന് ഓർത്തിരിക്കണം. അവയുടെ എണ്ണം അസംഖ്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് തീരെ നിസ്സാരമായൊരു കാര്യമല്ല മക്കളെ. അവയുടെ എണ്ണവും അവരുടെ പരിചയ സമ്പത്തും അവരുടെ സൂത്രം. പരിചയ സമ്പത്ത് എന്ന് പറഞ്ഞതാ ആയിരക്കണക്കിന് വർഷങ്ങളായി അനേക തലമുറകളെ മാനേജ് ചെയ്ത് പരിചയമുള്ളവരാണ് അവരുടെ പരിചയ സമ്പത്ത്. അവരുടെ സൂത്രം എന്ന് പറഞ്ഞാൽ കുടിലത, തന്ത്രം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചു നോക്കിയേ. അവൻ്റെ എണ്ണവും വിദ്വേഷവും പരിചയ സമ്പത്തും സൂത്രവും. വിദ്വേഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ശത്രുതയാണ്. പരിചയ സമ്പത്ത് സൂത്രവും മൂലം അതിദാരുണമായ വിധത്തിൽ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന ഒരു മുൻകരുതൽ, ഒരു ഭയം, ഒരു ഉൾക്കാഴ്ച നമ്മളിലുണ്ടാകണം. നമ്മളെക്കാൾ സുഹൃത സമ്പന്നരും കൃപാവരപൂരിതരും അനുഭവ പാഠങ്ങളിൽ ദൃഢചിത്തരും വിശുദ്ധിയുടെ പരകോടിയിലെത്തിയവരും അതിദയനീയമാവിധം കവർച്ച ചെയ്യപ്പെട്ടു എന്ന് മറക്കരുത്. അവർ കൊള്ള ചെയ്യപ്പെട്ടു, അവർ കവർച്ചയ്ക്ക് അടിമപ്പെട്ടു, അവർ ഒന്നുമല്ലാതായി, അവർ കത്തിക്കരിഞ്ഞ ചാരം പോലെയായി. ഇത് നമ്മെ അത്ഭുത പരതന്ത്രനാക്കേണ്ടതല്ലേ? എത്ര ലെബനോനിലെ കാരകിൽ വൃക്ഷങ്ങളാണ് ദാരുണമായി നിലം പതിച്ചത്. നഭോമണ്ഡലത്തിൽ പ്രകാശിച്ചു കൊണ്ടിരുന്ന ഉജ്ജ്വലങ്ങളായ താരങ്ങൾ എത്രയാണ് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് അവയുടെ ഔന്നത്യവും ശോഭയും അറ്റ് തിരോഭവിച്ചത്. എപ്പോഴാണ് ഈ ദുഃഖകരവും അപ്രതീക്ഷിതവുമായ മാറ്റം അവർക്ക് സംഭവിച്ചത്? കൃപാവരത്തിൻ്റെ അഭാവം കാരണമായിരുന്നോ? ദൈവത്തിന് കരുണയില്ലാത്തതുകൊണ്ടായിരുന്നോ? ദൈവം സ്നേഹിക്കാത്തതുകൊണ്ടായിരുന്നോ? ദൈവം സഹായിക്കാത്തതുകൊണ്ടായിരുന്നോ? എപ്പോഴാണ് അവർക്ക് ഇതുപോലെ തകർച്ച സംഭവിച്ചത്? കൃപാവരം അവർക്ക് ദൈവം കൊടുക്കാത്തതുകൊണ്ടായിരുന്നോ? അദ്ദേഹം പറയുകയാണ്, വിശുദ്ധൻ പറയുകയാണ്, അല്ല. ദൈവം എപ്പോഴും എല്ലാവർക്കും കൃപകൾ കൊടുക്കുന്നുണ്ട്, എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരുടെ കാര്യത്തിലും കരുണാമയനാണ്. എന്താ പ്രശ്നം? എളിമ കൈമോശം വന്നതിൻ്റെ തിക്തഫലം. കൈമോശം വന്നതിൻ്റെ തിക്തഫലം. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ആത്മീയ കേടാണിത്. തങ്ങളുടെ നിധി സൂക്ഷിക്കാൻ തങ്ങളിൽ തന്നെ ശക്തരാണെന്ന് വ്യാമോഹിച്ചു പോയി. എനിക്ക് ആരുടെ സഹായം ആവശ്യം? എനിക്ക് മാതാവിനോടൊന്നും വേണ്ട, എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥന ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് തങ്ങളുടെ വിശിഷ്ടമായ ഈ നിധി സൂക്ഷിക്കാൻ, ദൈവം തന്ന നിധി, അനുസരണമെന്ന കൃപ, പ്രാർത്ഥിക്കാനുള്ള കൃപ, എളിമ, എല്ലാ കൃപകളും അത് സാത്താൻ തട്ടിയെടുക്കുക. ഭൂസ്വർഗങ്ങളെക്കാൾ അമൂല്യമാണ് ഓരോ കൃപകളും. ഭൂസ്വർഗങ്ങളെക്കാൾ അമൂല്യമാണ് നമ്മുടെ ആത്മാവ്. തങ്ങളുടെ ഈ നിധി സൂക്ഷിക്കുവാൻ തങ്ങളിൽ തന്നെ ശക്തരാണെന്ന് അവരങ്ങനെ വ്യാമോഹിച്ചു പോയി. അവർ തങ്ങളെ തന്നെ വിശ്വസിച്ചു. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ. എനിക്കിപ്പോൾ വിശുദ്ധന്മാരുടെ ഒന്നും ആവശ്യമില്ല, എനിക്ക് മാതാവിൻ്റെ ഒന്നും ആവശ്യമില്ല. തങ്ങളിൽ തന്നെ ശക്തരാണെന്ന് അവർ അങ്ങോട്ട് ധരിച്ചു വശായി. തങ്ങളിൽ തന്നെ അവർ ആശ്രയിച്ചു. കൃപാവരമാകുന്ന നിധി സൂക്ഷിക്കുവാൻ മാത്രം തങ്ങളുടെ ഭവനം സുരക്ഷിതമാണെന്നും നിക്ഷേപപാത്രം ബലവത്താണെന്നും അവർ കരുതി. ഒരു വലിയ കുഴപ്പമൊന്നും വരില്ല, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ തങ്ങളുടെ ഭവനം സുരക്ഷിതമാണെന്നും തങ്ങളുടെ ജീവിതമൊക്കെ ഏതാണ്ടൊക്കെ രക്ഷപ്പെട്ടുവെന്നും ഇനി വലിയ പാപത്തിലൊന്നും വീഴുകയില്ലെന്നും നിക്ഷേപപാത്രം ബലവത്താണെന്നും ഒക്കെ കരുതി. കൃപാവരത്തിൽ ആശ്രയിച്ച് തങ്ങൾ മുന്നേറുന്നു എന്ന് അവർ നനച്ചു വെച്ചു. എന്നാൽ സത്യത്തിൽ തങ്ങളിൽ തന്നെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവരോ ഒട്ടും തിരിച്ചറിഞ്ഞതുമില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ നീതിമാനായ ദൈവം അവരെ തങ്ങൾക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദയനീയമായി കൊള്ളയടിക്കപ്പെടാൻ അനുവദിക്കുന്നു. കാരണം അവർക്ക് അവരെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവിനെയും, ഭൂസ്വർഗങ്ങളെക്കാൾ വിലയേറിയ നമ്മുടെ ആത്മാവിനെയും,
ഭൂസ്വർഗങ്ങളെക്കാൾ വിലയേറിയ ദൈവം തരുന്ന അമൂല്യ സമ്പത്തായ കൃപാവരങ്ങളെയും ആത്മീയ തൈലങ്ങളെയും അഭിഷേകങ്ങളെയും ആത്മീയ കക്കറ എന്ന് പറഞ്ഞ നാണയങ്ങൾ, സ്വർഗീയമായ നാണയങ്ങളെയും സൂക്ഷിക്കാൻ നമുക്ക് സ്വർഗീയ സഹായം വേണം. നമ്മളിൽ തന്നെ ആശ്രയിക്കരുത്. അതിനുവേണ്ടി ദൈവം ഒരുപാട് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം, യേശുക്രിസ്തുവിൻ്റെ നാമം, അതുപോലെ ശക്തമായൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ വാത്സല്യപൂർണമായ സ്നേഹ സാന്നിധ്യം, സംരക്ഷണം. ഇത് നമ്മൾ ആരും പഠിപ്പിച്ചില്ലെങ്കിലും നൂറ്റാണ്ടുകളിലായി ജനകോടികളുടെ അനുഭവമാണത്. ഒരു പ്രലോഭനം വരുമ്പോൾ ഒരു കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം. ഒരു പ്രതികൂലത്തെ ജയിക്കാനായിട്ട് നിവൃത്തിയില്ലാതെ കിടന്ന് അശരണരായി കിടന്ന് ക്ലേശിക്കുമ്പം ഒരു ജപമാല എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ ചേഞ്ച്. എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥന എങ്ങനെ രൂപപ്പെട്ടത്? പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി വീണതാണോ? അനേക കാലങ്ങളിലെ ഒരു ജനതയുടെ അനുഭവമാണ്. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ വന്ന് നിന്റെ സഹായം തേടിയവർ ഒരുവനെ പോലും നീ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ഓർക്കണമേ എന്ന ജനതയുടെ അനുഭവം. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ എന്ന പ്രാർത്ഥന ലുത്തീനിയയിൽ വന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഒരു ജനതയുടെ അനുഭവമാണത്. പരിശുദ്ധ രാജ്ഞി എന്ന ജപം ഒരു ജനതയുടെ അനുഭവമാണത്. അനേക നൂറ്റാണ്ടുകളായി ഒരു ജനത അനുഭവിച്ച കാര്യമാണ് ആ പ്രാർത്ഥന. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സാത്താൻ്റെ ഒരു പ്രത്യേകത, ഒരു 4 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ട്? അത് നമ്മുടെ നിതാന്തമായി ഒരിക്കലും പിന്മാറാത്തൊരു ശത്രു, ഒരിക്കലും എത്ര തോറ്റാലും പിന്മാറില്ല. എത്രമാത്രം ആട്ടി ഓടിച്ചാൽ പിന്മാറാതെ പതുങ്ങി ഗറില്ല മുറിയെടുത്ത് നിൽക്കുകയാണ്. അവൻ്റെ 4 ഗുണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? 1, അവൻ്റെ എണ്ണം. 2, അവൻ്റെ പരിചയ സമ്പത്ത്. 3, അവൻ്റെ നിലയ്ക്കാത്ത വിദ്വേഷം. 4, കുടിലതയിലും കൗടില്യത്തിലും തന്ത്രത്തിലുമുള്ള മികവ്. ഇങ്ങനെ മികവോടെ അവൻ നിരന്തരം ദൈവമക്കളോട് യുദ്ധത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 17-ാം വാക്യം ഒന്നും കൂടെ ഓർമ്മിക്കുക. ഇത് പരിശുദ്ധ മാതാവിനോട് മാത്രമുള്ള യുദ്ധമല്ല. വെളിപാട് 12:17 പറയാണ്, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ ആ ഒരു നേതൃത്വത്തിൽ അന്ധകാര ശക്തിയുള്ള യുദ്ധത്തിൽ അടിപതറാൻ ഉറച്ചു നിന്ന് യുദ്ധം ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് നോക്കുമ്പോൾ നമ്മുടെ അഹങ്കാരവും എല്ലാ താൻപൊരിമഭാവവും മാറി ദൈവിക ആത്മീയ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ കണ്ണു തുറക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സുരുവിനെ നിത്യവും വാഴ്ത്തിടാം. സത്യദൈവ സുരുവിനെ നിത്യവും വാഴ്ത്തിടാം. ആരാധന 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 ആരാധന. രക്തത്താലേ വീണ്ടെടുത്ത രക്ഷകനേശുവിൻ രക്ഷയേയും പുണ്യനാമം സർവരും വാഴ്ത്തിടാം. ആരാധന 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 ആരാധന
കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ അഹങ്കാരം, താൻ പോരിമാഭാവം, നമ്മൾ ദൈവം തന്ന കൃപകളെയൊക്കെ നിസ്സാരവൽക്കരിക്കുക, തുച്ഛീകരിച്ച് കാണുക, ഒന്നിനും വില കൊടുക്കുന്നില്ല. ദൈവം തന്ന കൃപകൾക്കൊന്നും വിലയില്ല. ഈ ആത്മാവിന് ഒരു വില കൽപ്പിക്കുന്നില്ല. വലിയ തരത്തിലുള്ള ആത്മീയ അന്ധതയിൽ നാം നിബന്ധിച്ചിരിക്കുകയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, അന്ധകാരത്തിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എൻ്റെ ആത്മാവിനെ വിടുവിക്കണം, എൻ്റെ ജീവിതത്തെ വിടുവിക്കണം. എനിക്ക് അവിടുന്ന് ഈ സമയം തന്നെ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഡെലിവറൻസ് തരണം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഉറക്കെ ചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ, ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ നീരുറവയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരുവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരുവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരുവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരുവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന് ദാനമായ പരിശുദ്ധാരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാതനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി കുറച്ചു നേരം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താൽ പൂരിതരാക്കണമേ. പൂരിതരാക്കണമേ. സ്ത്രീകന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താൽ പൂരിതരാക്കണമേ. പൂരിതരാക്കണമേ. സ്നേഹം നട്ടു വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ. സ്നേഹം നട്ടു വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ. തളർന്നു താഴും
മാറിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ. ഇരുണ്ടു പുകയും മാനസവേദി ആശകൊളുത്തിടുവാൻ. ഇരുണ്ടു പുകയും മാനസവേദി ആശകൊളുത്തിടുവാൻ. കരഞ്ഞു മങ്ങിയ കണ്ണിൽ കാഞ്ചന കാന്തി വിരിച്ചിടുവാൻ. കാന്തി വിരിച്ചിടുവാൻ. സ്ത്രീകന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ. നിൻ പ്രിയ സുതരെ ദിവ്യവരത്താ പൂരിതരാക്കണമേ. 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 തുടർന്നുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന. ഈശോയേ, ആരാധന, 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 ആരാധന. യേശുവേ, പാവന ശാന്തി പരത്തിടുവാൻ തളർന്നു താഴും കരളിൽ പുത്തൻ ജീവനുണർത്തിടുവാൻ, ജീവനുണർത്തിടുവാൻ. സ്ത്രീകന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്ത പൂരിതരാക്കണമേ. 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 പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം.
അമ്മേ, അമ്മയുടെ പ്രാർത്ഥനയാൽ എല്ലാ അന്ധകാര ശക്തികളും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ. ഈരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. ആയിരമായിരം ശത്രുഗണങ്ങളെ തകർത്തു തരിപ്പണമാക്കിയ നാഥേ, സർപ്പത്തിന്റെ തലയെ തകർത്തരമേ. ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുപാതയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും, ശത്രുപാതയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ.